ബിസ്മില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടിലാണ്. നമ്മൾ ഒരു അവലോകനം എന്നുള്ള രീതിയിലും അതിനപ്പുറം നമ്മൾ അദ്ദേഹം ഉന്നയിച്ച ചില വാദങ്ങൾ അതിന് മറുപടിയായിക്കൊണ്ടും ആണ് ഈ വീഡിയോയുടെ പാർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പാർട്ടാണിത്. ഇൻഷാ അല്ലാഹ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേട്ടിട്ട് നമുക്ക് മറുപടിയിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ കൊണ്ട് സാമൂഹിക പ്രസക്തി എന്താണ്? രണ്ടാമത്തെ ചോദ്യം. സാമൂഹികമായി പ്രസക്തിയുള്ള കാര്യം മാത്രമേ ഖുർആനിൽ പറയാൻ പാടുള്ളൂ. ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പദം, ആശയം, കാര്യം, തത്വം എന്താണെന്ന് വെച്ചാൽ തൗഹീദ്. ഏകദൈവ സിദ്ധാന്തം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പദം ഉപയോഗിച്ചത്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരു 2000-ഓളം ആയത്തുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ നരകവും സ്വർഗവും അതുപോലെ തന്നെ നബിമാരുടെ ചരിത്രവും മിക്ക നബിമാരുടെ ചരിത്രവും തൗഹീദാണ്. അപ്പോൾ ഇത്രമാത്രം തൗഹീദ് പറയാൻ അതിൽ തന്നെ പറയുന്നതാണ് ഈ തൗഹീദിൽ നിന്ന് അകന്നു പോയാൽ കഠിനമായ ശിക്ഷ, വളരെ വേദനാജനകമായ ശിക്ഷ. മറ്റുള്ള കാര്യങ്ങൾ മുഴുവനും പുറത്തുവരും. ശിർക്ക് മാത്രം ഞാൻ പുറത്തുവിട, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവെക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, എനിക്ക് ചോദിക്കാൻ എന്താണ് സമൂഹത്തിനൊരു ദോഷം? ഒരാൾ ശിർക്ക് ചെയ്തു, സമൂഹത്തിന് എന്ത് നഷ്ടമാണുള്ളത്? ആ വ്യക്തിക്ക് എന്ത് നഷ്ടമാണ്? നാടിന് എന്ത് നഷ്ടമാണ്? ഈ പറഞ്ഞ ഖുർആൻ കൊണ്ടുവന്ന പടച്ച റബ്ബിന് എന്ത് നഷ്ടമുണ്ട്? ഒരാൾക്കും ഒരു നഷ്ടവുമില്ലാത്ത ആ നഷ്ടക്കച്ചവടത്തിന്റെ പേരിൽ 2000-ഓളം ആയത്തുകൾ ഖുർആനിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ആ 2000-ഓളം ആയത്തുകളും ഖുർആനിൽ നിന്ന് വെട്ടിക്കളയണം എന്നുള്ളതാണ്. ഞാനത് ആവേശത്തിന്റെ മേൽ കുറച്ച് അതി കഴിഞ്ഞു മസ്ജിദ് മാസ്റ്റർ ക്ഷമിക്കണം, പറയുന്നവരുടെ ബുക്ക് കയറിയല്ലോ സാറേ, എൻ്റെ ശൈലിയാണ്. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആ 2000 ആയത്ത് വെട്ടി, 2000 ഞാൻ ഒരു സുമാർ പറഞ്ഞുള്ളൂ, ഒരു കാര്യമില്ല. എന്താ അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ആവശ്യം. അതായത് ഖുർആനിൽ സാമൂഹ്യ പ്രസക്തമായ ആയത്തുകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം 2000-ഓളം ആയത്തുകൾ ഏകദൈവം തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളാണ് കൂടുതലും ഉള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആയത്തൊക്കെ എന്താ? അതുകൂടി പറയണം. ബാക്കിയുള്ള ആയത്തൊക്കെ പ്രസക്തമാണ് എന്നാണോ സമ്മതിക്കുന്നത് നിങ്ങൾ? അല്ലെങ്കിൽ അതും പ്രസക്തമല്ല എന്നാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവണ്ടേ? അപ്പോൾ അത് ആ വേദിയിൽ തന്നെ മജീദ് മദനി ചോദിച്ചിരുന്നു, എന്നാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ആയത്തുകളൊക്കെ ഒന്ന് എണ്ണം പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറയും എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ഉന്നയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ കാടടിച്ച് വെടിവെച്ച് പോകുക എന്നുള്ളത് ഇത് ഇവരുടെ യുക്തന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഖുർആനിൽ എന്നതുണ്ട്, ഇന്നതില്ല, മറ്റേതില്ല, മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അത് ഏതാണ് എന്ന് വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ കൃത്യമായ ഒരു കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന ആയത്ത് ഇന്ന ഇത് പ്രസക്തമല്ല, അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിൽ പറയണം. പിന്നെ ഏകദൈവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യ പ്രസക്തി ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൃത്യമായിട്ട് ഖുർആനിലെ ഓരോ ആയത്തുകളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതെന്തിനാണ്? എന്നാൽ നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണത്. അത് കൃത്യമായിട്ട് തന്നെ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ വിഷയം പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ആയത്ത് സൂറത്ത് ലുക്മാനിലെ 2 ആയത്തുകൾ ഞാൻ പറയാം. ഇവിടെ 14-ാമത്തെ ആയത്ത്, സൂറത്ത് ലുക്മാനിൽ 31-ാം അധ്യായം 14-ാമത്തെ ആയത്ത്. മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിന് മേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവൻ്റെ മുല കൂടി നടത്തലാകട്ടെ 2 വർഷം കൊണ്ടാണ്. എന്നോടും നിൻ്റെ മാതാവിനോടും നീ നന്ദി കാണിക്കുക, എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആയത്ത് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 15-ാമത്തെ ആയത്തിൽ, നിനക്ക് യാതൊരു അറിവില്ലാത്ത വല്ലതിനെയും എന്നോട് പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിൻ്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. എന്നിട്ടോ പിന്നെ അവരെ ഒന്നും അനുസരിക്കരുത് എന്നല്ല, ആ കാര്യത്തിൽ നീ അനുസരിക്കരുത്. എന്നിട്ട് ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക. പിന്നെ എൻ്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. അപ്പോൾ ഈ മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കണം. കാരണം എന്താ? നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഇത് പറയുന്നത്. അല്ലാത്ത രീതിയിൽ നമുക്കറിയാം, ഇപ്പോൾ മാതാപിതാക്കളുടെ പ്രായമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന പല ആളുകളെയും നമുക്കറിയാം. ഇപ്പോൾ ജബറിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് അതെന്താ, അതിനെന്താ കുഴപ്പം, അങ്ങനെ കൊണ്ടുപോയിട്ടോട്ടെ, അവിടെ നോക്കാൻ ആളുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ചെറുപ്പത്തിൽ നമ്മളെ അവരെങ്ങനെയാണോ വളർത്തിയത് ആ രീതിയിൽ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ സമയത്ത് അവർ എവിടെയെങ്കിലും കൊണ്ട് ഇടയല്ല ചെയ്തത്.
അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന വരെ ഉണ്ട്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ടും അതേപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മക്കൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അവർ എന്നെ ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതുപോലെ അല്ലെങ്കിൽ കരുണ കാണിച്ചതുപോലെ നീ അവരോടും കരുണ കാണിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കരുണ എന്നുള്ളത് പ്രായമായി കഴിഞ്ഞാൽ അവരോട് കരുണ രീതിയിൽ അവരോട് എന്ന് പോലും പറയരുത് എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം സാമൂഹിക പ്രസക്തി ഇല്ലാത്ത ഒരു കാര്യവും ഖുർആനിൽ ഏകദൈവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാവട്ടെ ഏതൊരു ആയത്തിനെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും അതിന് മുമ്പിലോ പിന്നിലോ ഉള്ള ആയത്തുകൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എത്രത്തോളം സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. അത് ഏതൊരു വിഷയം ഏതൊരു ആയത്ത് നിങ്ങളിഞ്ഞാൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടുപോവാം, എന്നിട്ട് പറയാം ഇത് സാമൂഹിക പ്രസക്തി ഇല്ല, ഇത് സാമൂഹിക പ്രസക്തി ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടുപോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സാമൂഹിക പ്രസക്തി ഉള്ളതാണ് എന്നുള്ളതാണ്. പിന്നെ ഏകദൈവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പറയാൻ തന്നെയായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് പരിശോധിക്കാം. പല വേദഗ്രന്ഥങ്ങളും നിങ്ങൾ പരിശോധിച്ചോളൂ. ഇപ്പോൾ ഏറ്റവും പുരാണമായിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈന്ദവ ഗ്രന്ഥങ്ങളാണ്. 4 വേദങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങൾ, അതായത് യജുർവേദം, സാമവേദം, അതേപോലെ തന്നെ ഋഗ്വേദം, അങ്ങനെ അടങ്ങുന്ന 4 വേദങ്ങൾ. ഇതിൽ ഋഗ്വേദത്തിലും സാമവേദത്തിലും അതേപോലെ തന്നെ യജുർവേദത്തിലുമൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ടും അതേപോലെ തന്നെ ഭഗവത്ഗീതകൾ എടുത്തു നോക്കിയാലും ഒക്കെ ഒരു ഏകദൈവ വിശ്വാസത്തെ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ എന്നാലോ അതിൽ കൈകടത്തലുകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പല പ്രവാചകന്മാരും പിന്നീടും വന്നിട്ടുള്ളത്. അതിപ്പം ബൈബിൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല വചനങ്ങളും നമുക്ക് ബൈബിളിലും കാണാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലും അതേപോലെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ യേശുവിൻ്റെ അടുത്ത് ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് മുഖ്യ കൽപ്പന എന്ന്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടും പൂർണ്ണ ശക്തിയോടും നിങ്ങൾ ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. യേശുവിനെ നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹൈന്ദവ ഗ്രന്ഥങ്ങളായിട്ടുള്ള പല അധ്യായങ്ങളിലും പ്രജാപതി എന്നും പരബ്രഹ്മമെന്നും പല പേരുകളിൽ അവനെ വിളിച്ചുകൊണ്ട് നമുക്ക് അവിടെ പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാം. അപ്പം ഖുർആനിലും ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ആളുകൾ തെറ്റിപ്പോകുമ്പോഴാണ് പല രീതിയിലേക്കും പല സാമൂഹ്യ വിരുദ്ധതയിലേക്കും കടന്നെത്തുന്നത്. ഇപ്പം ഒരു ദൈവവിശ്വാസവും ഇല്ലാത്ത ചില ആളുകളാണല്ലോ യുക്തിവാദികളെന്ന് പറയുന്നത്. പോട്ടെ, എന്നാലും ഈ പറയുന്ന ആളൊക്കെ ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസിയാണ്. അത് എത്ര ദൈവം എന്നുള്ളത് ഇവർക്കറിയില്ല. ഓക്കെ, എന്തായിക്കോട്ടെ. അപ്പം അവൻ എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എന്താണ് അവൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടേക്ക് തന്നിട്ടുണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അവരെങ്ങനെ ജീവിതം നയിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ഇവർക്കറിയില്ല. കാരണം ഇവരുടെ കയ്യിലൊരു ഗ്രന്ഥവുമില്ല, അല്ലെങ്കിൽ ഒരു തെളിവും ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇവർക്ക് എങ്ങനെയും ജീവിക്കാം, എങ്ങനെ ജീവിച്ചാലും നല്ലത് മാത്രം ചെയ്താൽ മതി. എന്താണ് ഈ നല്ലത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ, അതൊരു മനുഷ്യർ തീരുമാനിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും? നമുക്കറിയാം, പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല ജില്ലകളിലും പല പഞ്ചായത്തിൽ പോലും ഒരു കാര്യം ശരി എന്നുള്ളത് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ അത് തെറ്റായി മാറുകയും, ചില സ്ഥലത്ത് ഇതേപോലെ തന്നെ ചില സ്ഥലത്ത് ശരിയായ കാര്യം മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ അത് തെറ്റായി മാറുകയും ചെയ്യുന്നു. അതെന്താ? മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാകുമ്പോൾ തെറ്റും ശരിയും മനുഷ്യനൊരിക്കലും ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു അളവുകോലുണ്ട്. അതെന്താണ്? അത് കണ്ടെത്തലുകളാണ്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ജീവിത വിഭവങ്ങളും അതേപോലെയുള്ള ടെക്നോളജികളും ഒക്കെ കണ്ടെത്തുക. ഇപ്പോൾ സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റും. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് ശാസ്ത്രത്തിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അവിടെ ശാസ്ത്രം അവിടെ വഴിമുട്ടി നിൽക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്കറിയാം, ബിഗ് ബാങ് തിയറി പോലെയുള്ള തിയറികളൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത്. എന്താണ് അതിൻ്റെ പിന്നിൽ? ഈ പറഞ്ഞ ഈ യൂണിവേഴ്സ് ഉണ്ടായതാണ്, ഒരു ഒറ്റയടിക്ക് ഉണ്ടായതല്ല, അത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഉണ്ടായതെന്ന് ബിഗ് ബാങ് തിയറി പ്രകാരം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബിഗ് ബാങ് തിയറി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? സ്റ്റാറ്റിക് തിയറി ആയിരുന്നു. അതായത് ഈ പ്രപഞ്ചം എന്നും നിലനിൽക്കുന്നുണ്ട്, എന്നെന്നും ഇതേപോലെ തന്നെയാണ് എന്ന ഒരു ഭാവനയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഐൻസ്റ്റൈൻ വരെ ഈ ഒരു തിയറിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്.
അദ്ദേഹത്തിന് ആ ഒരു തെളിവായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് അത് മാറി. അപ്പോൾ ശാസ്ത്രം എന്നുള്ളത് അത് മാറിക്കൊണ്ടിരിക്കും. അത് കണ്ടെത്തലിൻ്റെ ഓരോ ഡെപ്ത് അനുസരിച്ചിട്ട് അവരെ അത് മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് തെറ്റാണെന്നല്ല, അന്ന് കണ്ടുപിടിച്ചത് ഇന്ന് തെറ്റാവാം. സർ ഐസക് ന്യൂട്ടൻ അന്ന് കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ ഇന്ന് ചില ഫിസിക്സ് പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ വരെ ചിരിച്ചു പോകുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പരിമിതികളായിരുന്നു അന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശാസ്ത്രത്തിന് ചില പരിമിതികളുണ്ട്. അത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ നന്മ തിന്മകൾ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ടത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ്. അല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും, ഈ മനുഷ്യർ തന്നെ അത് നിർവചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമുക്ക് പല രീതിയിലും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ അടുത്തല്ല കുറച്ച് മുമ്പ് EA ജബ്ബാറിനെ പോലുള്ള ആളുകളൊക്കെ ചുംബന സമരത്തിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാം. അന്ന് മുന്നിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതേ ചുംബന സമരത്തിനെതിരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞു. നമ്മുടെ അന്ന് ഭരണം നടത്തിയിരുന്ന മുഖ്യമന്ത്രി അതിനെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യം പുറത്ത് വെച്ച് ചെയ്യുന്നത് വളരെ ആക്ഷേപാർഹം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെതിരായിട്ട് സംസാരിച്ചു. ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ യുക്തിവാദി തന്നെയാണ്. അപ്പോൾ ചില യുക്തിവാദികൾക്ക് പോലും ചില യുക്തിവാദികൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിൻ്റെ ഒരവസ്ഥയുണ്ട്. ഇൻസെസ്റ്റ് തെറ്റാണെന്ന് പറയുന്ന ആളുകളുണ്ട്, ശരിയാണെന്ന് പറയുന്ന യുക്തിവാദികളുണ്ട്. അതേപോലെ തന്നെ വിവാഹം കഴിക്കാതെ ജീവിക്കാം, ലിവിങ് ടുഗദർ പോലെ ജീവിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കുടുംബം തന്നെ ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ അല്ല, കുടുംബമായിട്ട് ജീവിക്കേണ്ടതാണ് മനുഷ്യർ എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പോകുന്നു. നമുക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എണ്ണി തീരാൻ പറ്റാത്തത്ര ലിസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് പുറത്തു നിന്നും നമ്മളെ സൃഷ്ടാവ് തരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ ദൈവവിശ്വാസിയായിട്ട് മാറുകയും ഏകദൈവവിശ്വാസം, അതും ഏകദൈവവിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടൊരു വഴി കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. മറ്റു പല ദൈവവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പല രീതിയിലായിരിക്കും. നമ്മൾ ആ ദൈവം പറഞ്ഞതായിരിക്കും ശരി, ഈ ദൈവം പറഞ്ഞതായിരിക്കും ശരി, അല്ലെങ്കിൽ ഈ ദൈവം പറഞ്ഞത്, അങ്ങനെ പോകുന്ന പലതിനെയും ദൈവമാക്കിയിട്ട് ഒരു കല്ലിനെ പോലും ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത്. അത് നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഖുർആനിലെ പല വചനങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏക സമുദായമാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവും എന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പല വചനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരിക, എന്നിട്ട് ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാനാണ് പ്രവാചകന്മാരെ മുഖേന മനുഷ്യർക്ക് ഒരു റോൾ മോഡലായിട്ട് തന്നെയാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. അപ്പം ഏകദൈവ വിശ്വാസത്തിൽ ഒരു സാമൂഹ്യ പ്രസക്തി ഇല്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് പ്രസക്തിയാണ് ഇല്ലാത്തത് എന്നുകൂടി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല. കാരണം നിങ്ങൾ കൊണ്ടുപോവാ, ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടുപോവാ, എന്നിട്ട് അതുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് 2000 ആയത്തുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഒരു ആയത്ത് കൊണ്ടുപോവാ, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മളെ മജീദ് മദനി ആ വിഷയത്തിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.